ജയിലിന്റെ വാതിൽ തുറക്കാൻ ഉത്തരവായി. 6ാം റൗണ്ട് എണ്ണിത്തീരുമ്പോഴും 300 വോട്ടിന് കെജ്രിവാൾ പിന്നിൽ തന്നെയാണ്. കെജ്രിവാളിന്റെ ഭാവി തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. അതുകൊണ്ട് തന്നെ സ്വന്തം വസതിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ കെജ്രിവാൾ വീണു പോവുകയാണ്. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണുന്നതിന് മുൻപ് കെജ്രിവാളിന്റെ വസതിക്ക് ചുറ്റും പോലീസ് വളഞ്ഞിരുന്നു. 2013 തൊട്ടിങ്ങോട്ട് കോൺഗ്രസിനെ മലർത്തിയടിച്ചുകൊണ്ട് കെജ്രിവാളും AAPയും രാജ്യം ഒരിക്കലും ചിന്തിക്കാത്ത ചൂല് ചിഹ്നമായി എടുത്തുകൊണ്ട് തൂത്തുവാരുകയായിരുന്നു. പലപ്പോഴും അപശകുനമായവരെ കണ്ടിരുന്ന ചൂലുമായി കെജ്രിവാളും AAPയും ഡൽഹിയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ മോദിക്ക് ഉന്നം തെറ്റുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ AAP എന്ന പാർട്ടി ദേശീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനിരിക്കുമ്പോഴാണ് BJP ഇന്ദ്രപ്രസ്ഥത്തിൽ താമര വിരിയിക്കുന്നത്. ഇവിടെ പോസ്റ്റൽ വോട്ടടക്കം എണ്ണി തുടങ്ങിയത് മുതൽ കെജ്രിവാൾ പിന്നിൽ തന്നെയായിരുന്നു. 6ാം റൗണ്ട് എണ്ണുമ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് കയറിയതൊഴിച്ചാൽ BJPയും അതിഷിയും ഒക്കെ പിന്നിൽ തന്നെയാണ്, മനീഷ് സിസോദിയയും ഒക്കെ. അതിൽ EVM എണ്ണി തുടങ്ങിയപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും ഒരു നിമിഷത്തേക്ക് പോലും കെജ്രിവാൾ പിന്നിലേക്ക് പോയിട്ടില്ല എന്നത് വളരെ പ്രത്യേകതയോടെ പറയേണ്ട കാര്യമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തവണ തോറ്റാൽ താൻ വീണ്ടും ജയിലിലേക്ക് പോകുമെന്നാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം പറഞ്ഞത്. ഇനിയിപ്പോ അതിനെ സാധ്യതയുള്ളൂ. ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ വോട്ടെണ്ണൽ തുടങ്ങി BJP കുതിച്ചുയരുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കൈ കൊടുക്കാത്തതിന്റെ ഫലമാണിത് എന്നാണ്. അല്ലായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ ചിത്രമൊക്കെ മാറിയേനെ. ഇന്ത്യ മുന്നണി ഡൽഹി ഭരിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതിഷി മർലോന എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. രമേശ് ബിദ്രിയോട് അതിഷിക്ക് തോറ്റടിയേണ്ടി വരുമെന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കെജ്രിവാളിനോടുള്ള അമിതമായ ആരാധനയാണ് ഇപ്പോൾ അവരെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കാനും കാരണം. ഇനിയും അവസാന ഫലം വരാതിരിക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുമെന്നുണ്ടെങ്കിൽ പോലും ആദ്യ ഫല സൂചനകളുടെ ഭാഗമായി പ്രമുഖർ പിന്നിലോട്ട് പോയിരിക്കുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. 3 പ്രമുഖരാണ് താഴോട്ടടിയുന്നത്. അതിൽ കെജ്രിവാളുമുണ്ട്.